CPM-ന് തിരിച്ചടികളുടെ കാലമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയിൽ തകർന്നു നിൽക്കുന്ന പാർട്ടിയെ കൂടുതൽ തകർച്ചയിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ജയിലിലാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ED അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ മറ്റൊരു തട്ടിപ്പ് കേസും CPM-നെ പ്രതിരോധത്തിലാക്കുകയാണ്. അത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പാണ്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയായിരുന്നു കരുവന്നൂർ ബാങ്കിൽ കണ്ടത്. ഈ തട്ടിപ്പിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതി. ലോക്സഭാംഗം K രാധാകൃഷ്ണൻ, MLA AC മൊയ്തീൻ, MM വർഗീസ് എന്നിവർ കേസിൽ വിചാരണ നേരിടണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇവരുൾപ്പെടെ 28 പ്രതികൾക്ക് കോടതി സമൻസ് അയച്ചു. ജൂലൈ മാസം 4-ന് പ്രതികൾ കോടതിയിൽ ഹാജരാകണമെന്ന് ഈ നോട്ടീസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. PMLA കോടതിയാണ് CPM നേതാക്കൾ വിചാരണ നേരിടണമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. CPM ഭരണത്തിലായിരുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഭരണസമിതി അംഗങ്ങൾ വൻ അഴിമതിയാണ് നടത്തിയത്. ഒരേ ഈട് വെച്ച് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും എല്ലാം ലക്ഷക്കണക്കിന് രൂപ ലോൺ നൽകി. പാർട്ടിക്കാർ പക്ഷേ എടുത്ത ലോണൊന്നും തിരിച്ചടച്ചില്ല. അങ്ങനെ ബാങ്ക് കടക്കണിയിലായതോടെ നിക്ഷേപകർ പെരുവഴിയിലായി. സ്വന്തം പണം കിട്ടാതെ വന്നതോടെ നിക്ഷേപകരിൽ പലരും ആത്മഹത്യ ചെയ്തു. പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ ക്രമക്കേട് ആദ്യം കണ്ടെത്തിയത്. CPM നേതാവായ ബാങ്ക് സെക്രട്ടറി അടക്കം 6 പേരെ പ്രതിയാക്കി പോലീസ് ആദ്യം കേസെടുത്തു. പിണറായിയുടെ പോലീസ് CPM നേതാക്കളായ പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കം നടത്തുമെന്ന് ഉറപ്പായിരുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ കേസ് കൈമാറി. ഒടുവിൽ കേന്ദ്ര ഏജൻസിയായ ED കേസെടുത്തു. 2012-13 കാലത്ത് CPM ഭരണസമിതിയാണ് ക്രമക്കേടിന് തുടക്കമിട്ടതെന്ന് ED കണ്ടെത്തി. ക്രമക്കേടിലൂടെ ഉണ്ടാക്കിയ പണം പാർട്ടി ഓഫീസ് പണിയാൻ ഉൾപ്പെടെ ഉപയോഗിച്ചതായും തെളിഞ്ഞു. നേരത്തെ ED കേസിലെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 38ഓളം പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ വിചാരണ നടക്കുകയാണ്. പിന്നീടാണ് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത്. ആ കുറ്റപത്രത്തിലാണ് K രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ ED ഉൾപ്പെടുത്തിയത്. ഇവരെ എന്തുകൊണ്ട് പ്രതി ചേർത്തു എന്നത് കോടതിയെ ബോധ്യപ്പെടുത്താൻ EDക്ക് കഴിഞ്ഞു. അങ്ങനെയാണ് ഇവരും വിചാരണ നേരിടണം എന്ന വിധിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. അത് CPM-നെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ തീർത്തിരിക്കുന്നത്. കാരണം അവരുടെ പ്രമുഖ നേതാക്കളാണ്. ഈ 3 പേരും നേരത്തെ തൃശൂർ CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാരായിരുന്നു. K രാധാകൃഷ്ണൻ മുൻപ് സംസ്ഥാനത്തെ മന്ത്രിയും MLA-യും ഒക്കെയായിരുന്നു. അദ്ദേഹം 2024-ൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചതോടുകൂടിയാണ് ഇവിടെ നിന്നും മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെച്ച് പാർലമെന്റിലേക്ക് പോയത്. ഒപ്പം തന്നെ AC മൊയ്തീൻ നിലവിൽ അദ്ദേഹം MLA ആണ്. മുൻപ് അദ്ദേഹം 1ാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്നു. MM വർഗീസ് തൃശൂർ ജില്ലയുടെ CPM സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ആ തൃശൂർ ജില്ലയിൽ നിന്നുള്ള CPM-ന്റെ തലമുതിർന്ന പ്രമുഖ നേതാക്കളെയാണ് ED ഈ കേസിൽ പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം കൊടുക്കുകയും ആ കുറ്റപത്രം കോടതി അംഗീകരിക്കുകയും ചെയ്തത്. ഈ നേതാക്കൾക്കെതിരെ CPM-ന്റെ നേതാക്കളായ പ്രതികൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ ഇതിൽ തെളിവുണ്ടെന്ന് ഈ പറയുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് പരിഗണിക്കുന്ന കോടതി കണ്ടെത്തിയിരിക്കുന്നു. CPM ഇതിനെ ഇനി എങ്ങനെ പ്രതിരോധിക്കുമെന്നത് വളരെ നിർണായകമാണ്.